നമസ്കാരം. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ട നിർഭാഗ്യകരമായ സംഭവമുണ്ടായ വാർത്താദിനമാണ് കടന്നു പോകുന്നത്. നേര്യമംഗലത്ത് വിളവെടുപ്പിനിടെയാണ് ഇന്ദിര എന്ന വയോധികയെ കാട്ടാന ചവിട്ടിക്കൊന്നത്. തുടർന്ന് കോതമംഗലത്ത് വൻ പ്രതിഷേധം അരങ്ങേറി. മൃതദേഹവുമായി മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധം, സംഘർഷം. ഒടുവിൽ പോലീസ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയതോടെ പ്രതിഷേധം അവസാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് മറ്റു ചില പ്രതിഷേധങ്ങൾ കൂടി ഉണ്ടായി. പൂക്കോട് KSU MSF പ്രവർത്തകരുടെ പ്രതിഷേധം, അതും സംഘർഷത്തിൽ കലാശിച്ചു. ശമ്പള പ്രതിസന്ധി പരിഹരിക്കാത്തതിലുള്ള പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധവും ഇന്ന് വാർത്തയായി. ഇന്ന് സംഭവിച്ചത് തുടങ്ങുന്നു. സ്വാഗതം. കാട്ടാന ആക്രമണത്തിൽ വയോധിക മരിച്ചതിനെ തുടർന്ന് ഇന്ന് കോതമംഗലം സംഘർഷഭരിതമായിരുന്നു. ആ വാർത്തയിലേക്കാണ് ഇന്ന് നമ്മൾ ആദ്യം കടക്കുന്നത്. ജനരോഷം ശക്തം. കാട്ടാന ആക്രമണത്തിൽ വയോധിക മരിച്ചതിനെ തുടർന്ന് കോതമംഗലത്ത് നാടകീയ രംഗങ്ങളാണ് ഇന്നുണ്ടായത്. ഇൻക്വസ്റ്റ് പൂർത്തിയാകും മുൻപ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ബലമായി മൃതദേഹവുമായി തെരുവിലേക്കിറങ്ങി. നടുറോഡിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ച നാട്ടുകാർക്ക് നേരെ ലാത്തി വീശി പോലീസ്. 2 മണിക്കൂറുകൾക്ക് ശേഷം മൃതദേഹം പോലീസ് ബലമായി ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് നടപടിക്കെതിരെ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ ബന്ധുക്കൾ രംഗത്തെത്തി. അവരിവിടെ പിടിച്ച് വലിച്ച് പറിച്ച് ഞാൻ ഇങ്ങനെ ബോഡിലിങ്ങനെ കൊണ്ടുപോകല്ലേ എൻ്റെ പെങ്ങളാന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കുകയാണ്. അന്നേരം അവരെൻ്റെ കയ്യെ പിടിച്ച് വലിച്ച് കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ തുണിക്കൂത്തിന് പിടിച്ചവിടെ പിടിച്ച് വലിച്ച് എൻ്റെ പേര് സുരേഷ്. ഇൻക്വസ്റ്റ് നടപടികൾക്കിടെ മൃതദേഹം കൊണ്ടുപോയത് തെറ്റായ സന്ദേശം നൽകുമെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ഇത്തരം നടപടികൾ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. ജനപ്രതിനിധികൾ നിയമവ്യവസ്ഥയെ മാനിക്കണമെന്നും P. രാജീവ് ആവശ്യപ്പെട്ടു. ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോർച്ചറിക്കകത്ത് കയറി ജനപ്രതിനിധികൾ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കയറി ബോഡി ബലമായി പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളത് അത് വളരെ ഗൌരവമായ സംഗതിയാണ്. നിങ്ങളുടെ വീഡിയോയിൽ തന്നെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു. അപ്പോൾ നമ്മളൊരു ജനപ്രതിനിധികൾ ഇത്തരം സന്ദർഭങ്ങളിൽ അത് പക്വമായി കൈകാര്യം ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ ഏറ്റെടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം സമൂഹത്തിൽ നൽകുന്നതാണ്. തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ജനപ്രതിനിധികൾ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കേണ്ടതും സമൂഹത്തിൽ അത്തരം സന്ദേശം നൽകേണ്ട ആളുകൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത് വളരെ ഗൌരവമായ സംഗതിയാണ്. അത് ആ രൂപത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. എന്നാൽ സമൂഹത്തിന്റെ മുൻപിലുള്ള ഈ പ്രശ്നത്തിൽ അതിൽ സാധ്യമായ രൂപത്തിൽ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 9-ന് ഇടുക്കിയിൽ സർവകക്ഷി യോഗം ചേരുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. കൊല്ലപ്പെട്ട കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും വനം മന്ത്രി പറഞ്ഞു. കോതമംഗലത്ത് മരണപ്പെട്ട വയോധികർക്കുള്ള നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കൊടുക്കാനുള്ള നടപടികളാണ് ഇതിനകം ആരംഭിച്ചിട്ടുള്ളത്. അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ഇതിനകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കാട്ടാനകളെ നിരീക്ഷിക്കാനുള്ള നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കുന്നതാണ്. ഈ രൂപത്തിലുള്ള നടപടിക്രമങ്ങളിലൂടെ ജനങ്ങൾക്കുള്ള ഭീതി അകറ്റാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഒന്നാമത് കുടുംബത്തോടൊപ്പം സർക്കാർ നിൽക്കും. രണ്ടാമത് ജനങ്ങളുടെ ഭീതി അകറ്റാൻ ആവശ്യമായ നടപടികൾ ത്വരിതഗതിയിൽ ആരംഭിക്കും. ഞങ്ങളുടെ പ്രതിനിധികളിലെ ശ്രീകാന്ത് കോതമംഗലത്ത് നിന്നും രാഹുൽ വിജയൻ നേര്യമംഗലത്ത് നിന്നും തത്സമയം. ആദ്യം ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധമാണ് നമ്മൾ കോതമംഗലത്ത് കണ്ടത്, മൃതദേഹവുമായുള്ള പ്രതിഷേധം. അതിനുശേഷം പോലീസ് ആ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. നേരത്തെ മന്ത്രി ആ സ്ഥലത്തേക്ക് എത്തണമെന്നൊരു ആവശ്യം പ്രതിഷേധക്കാർ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് മന്ത്രി എത്തിയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിയുന്നത് മന്ത്രി ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നിലവിലിപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. റൂറൽ SP-യും അതോടൊപ്പം ജില്ലാ കളക്ടറും നേരത്തെ തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിനും ഈ സംഭവ സ്ഥലത്ത് എത്തി. അതിനുശേഷം അദ്ദേഹം ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹവും എത്തിയിട്ടുണ്ട്. അതായത് ജനപ്രതിനിധി മന്ത്രിയടക്കമുള്ള ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും എത്തി. നേരത്തെ
കോൺഗ്രസിന്റെ പ്രക്ഷോഭം, കോൺഗ്രസിന്റെ സമരം ഇവിടെ നടന്നത്. മന്ത്രിയും അതോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥരും ഈ സംഭവ സ്ഥലത്തെത്തണം, ചർച്ചകൾക്ക് തയ്യാറാവണം, ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നാവശ്യപ്പെട്ടാണ് നിലവിലിപ്പോൾ മന്ത്രി എത്തിയിരിക്കുന്നു, ഉന്നത ഉദ്യോഗസ്ഥരെത്തിയിരിക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കുള്ള സാധ്യത എത്രത്തോളമുണ്ട് എന്നുള്ളത് അറിയില്ല. കാരണം ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഒരുപക്ഷെ സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകും. അതിനൊക്കെ ശേഷമായിരിക്കും ഒരു ചർച്ചയിലേക്ക് കടക്കുന്നത്. ഈ അടിമാലിയിൽ ഈ സംഭവമുണ്ടായ സ്ഥലത്ത് പ്രതിഷേധത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിടെ നമ്മുടെ റിപ്പോർട്ടർ രാഹുൽ വിജയനുണ്ട്. നേരത്തെ രാഹുൽ റിപ്പോർട്ട് ചെയ്തതുപോലെ അവിടെയും കടകളൊക്കെ അടച്ചിട്ട് വലിയ പ്രതിഷേധം അവർ ഉയർത്തുന്നുണ്ട്. രാവിലെ 9 മണിയോടുകൂടി സംഭവിച്ച വിഷയമാണ് ഇത്. അതിനുശേഷം ഏതാണ്ട് ഒരു 5-6 മണിക്കൂർ കോതമംഗലം നഗരത്തിൽ വലിയ തോതിൽ പ്രതിഷേധം അരങ്ങേറി. ഈ ആശുപത്രി മോർച്ചറിയിൽ നിന്നും മൃതദേഹവുമായി കോൺഗ്രസ് നേതാക്കൾ പുറത്തേക്ക് പോയി. പോലീസ് തടയാൻ ശ്രമിച്ചു. അതിനുശേഷം റോഡിൽ വെച്ച് ഒരു തവണ കൂടി പോലീസ് ഈ മൃതദേഹം വീണ്ടെടുക്കാനൊരു ശ്രമം നടത്തി. പക്ഷേ അതിന് കഴിഞ്ഞില്ല. പിന്നീട് റോഡിന് നടുവിൽ വലിയ പന്തലിട്ട് അവിടെ മൃതദേഹം ഫ്രീസറിൽ വെച്ച് പ്രതിഷേധം മുന്നോട്ട് പോയി. അത് ഏതാണ്ട് ഒരു 4-4.5 മണിക്കൂർ അവിടെ തന്നെ നിന്നു. ഏറ്റവും ഒടുവിൽ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. കോൺഗ്രസ് നേതാക്കളെ ബലം പ്രയോഗത്തിലൂടെ പോലീസ് നീക്കം ചെയ്തു. നീക്കം ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുൻപെങ്ങും കണ്ട് പരിചയമില്ലാത്ത വിധം ഈ മൃതദേഹവുമായി നേരെ മോർച്ചറിയിലേക്ക് പോലീസ് ഓടുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ആ വീട്ടിൽ മൃതദേഹം എത്തിക്കും. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ്. ഈ പെരിയാറിൻ്റെ ഇരു കരകളിലുമായി ഫെൻസിംഗ് വേണം എന്നുള്ളതാണ്. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇന്നോ ഇന്നലെയോ തുടങ്ങിയ വിഷയമല്ല ഇത്. ഏതാണ്ട് വർഷങ്ങളായി തന്നെ ഈ വന്യജീവി ശല്യം ഈ വനത്തോട് അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെയുണ്ട്. അതിന് ഒരു പരിഹാരം വേണമെന്നുള്ള ഇവരുടെ ആവശ്യത്തിനും വലിയ പഴക്കമുണ്ട്. അത് ഇന്നിപ്പോൾ നേരത്തെ ഈ ഇടുക്കിയിൽ അടുത്ത സംഭവിക്കുന്ന രണ്ടാമത്തെ മരണമാണ് ഈ കാട്ടാന ആക്രമണത്തിൽ. ഇപ്പോൾ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. അവരുടെ ബന്ധുക്കളെല്ലാം തന്നെ ആശുപത്രിയിലുണ്ട്. അവരും രാവിലെ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. പോലീസ് നടപടിക്ക് ഈ മരിച്ച ഇന്ദിരയുടെ സഹോദരനും ഇരയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നു. റോഷി അഗസ്റ്റിനുണ്ട്, ഇവിടെ കളക്ടറുണ്ട്. കളക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. റോഷി അഗസ്റ്റിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണവും പ്രതീക്ഷിക്കുന്നു. 9-ാം തീയതി ഒരു സർവകക്ഷി യോഗം വെച്ചിട്ടുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്ന നിലയിൽ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാണും, വനം മന്ത്രി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലൊരു സർവകക്ഷി യോഗത്തിലൂടെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ ശ്രീകാന്തിലേക്ക് എത്താം. രാഹുൽ വിജയനിലേക്ക് കൂടി പോകുന്നു. രാഹുൽ, ഇന്നിപ്പോൾ ഈ സംഭവം ഉണ്ടായത്, ഇത് ആദ്യം മുതൽ നമ്മളിത് വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ഇത്തരത്തിലേക്ക് കാട്ടാനയുടെ പ്രശ്നമുണ്ട് എന്നുള്ളത് അവിടുത്തെ നാട്ടുകാർ നേരത്തെ തന്നെ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ തന്നെ പല കുറി വാർത്ത നൽകിയിട്ടുള്ളതാണ്. പക്ഷെ ഒരു തരത്തിലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നാട്ടുകാർക്ക് സുരക്ഷയൊരുക്കുക എന്നതിലേക്ക് നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണോ അവരിപ്പോൾ പരാതിപ്പെടുന്നത്? എന്താണ് ഇന്ന് ഏറ്റവും ഒടുവിൽ ഒരു മരണമുണ്ടാകുമ്പോൾ വനംവകുപ്പിന്റെ നിലപാട് എന്താണ്? വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കാരണം ഇത് സ്ഥിരമായിട്ട് കാട്ടാന ശല്യം ഉള്ളൊരു മേഖലയാണ്. ഇതുവരെ ആളുകളെ ആക്രമിച്ചിട്ടില്ല, മരണം സംഭവിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് എങ്കിൽ കൂടിയും, ഇത് ആദ്യത്തെ സംഭവമാണ് എങ്കിൽ കൂടിയും ഇതിനു മുമ്പ് കൃഷിവിളകൾ നശിപ്പിക്കുന്നു, ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു, വാഹനങ്ങൾ തകർക്കുന്നു, അത്തരം സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. ഒരു 4 വർഷമായിട്ട് ആണ് ഇവിടെ ഇത്രയും വലിയ കാട്ടാന ആക്രമണം രൂക്ഷമായത്. അതിനു മുമ്പ് അത്രയും രൂക്ഷമല്ലായിരുന്നു എന്നുള്ളതും നാട്ടുകാർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാട്ടാന കൂട്ടം ഇവിടെ സ്ഥിരമായി എത്തിയിരുന്നു. ആ നാട്ടുകാർ വനംവകുപ്പിനെ വിളിച്ചറിയിച്ചു, ഇവിടെ കാട്ടാനക്കൂട്ടം നിൽക്കുന്നു, കൃഷി നശിപ്പിക്കുന്നു എന്ന് അറിയിച്ചു. പക്ഷെ അപ്പോൾ നാട്ടുകാരോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്ന് പറയുന്നത്, ഇവർ വാഹനമില്ല, അങ്ങോട്ടേക്ക് എത്താൻ വാഹനമില്ല, അതുകൊണ്ട് വരാൻ കഴിയില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അത് എത്രത്തോളം കൃത്യമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പില്ല. എങ്കിൽ കൂടി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നാട്ടുകാർ പറയുന്നതാണ്. ഇന്നത്തെ സംഭവമാണെങ്കിൽ പോലും ഈ കാട്ടാന പുഴ കടന്ന് മറുവശത്ത്, അതായത് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം നാട്ടുകാർ വിളിച്ച് ഫോറസ്റ്റിനെ അറിയിച്ചു. എന്നിട്ടും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് വരാൻ കൂട്ടാക്കിയിട്ടില്ല. 8 മണിയോട് കൂടിയാണ് ഈ കാട്ടാന ഈ കാഞ്ഞിരവേലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കാട്ടാന പുഴ കടന്ന് കിടക്കുന്നത്. അതിനുശേഷം 9 മണിയോട് കൂടിയാണ് ഇന്ദിര എന്ന് പറയുന്ന ആളെ സ്വന്തം കൃഷിയിടത്തിൽ വെച്ച് ആക്രമിക്കുകയും മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത്. ഉടൻ തന്നെ നാട്ടുകാരാണ് ഈ അമ്മയെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയത്. അതിനുശേഷം കുറേ നേരം ഈ കാട്ടാന ഒറ്റയാനായിരുന്നു. അത് കുറേ നേരം ഈ സമീപ പ്രദേശങ്ങളിലൂടെയൊക്കെ കറങ്ങി നടന്നു. എന്നിട്ടും ഈ ആനയെ തുരത്താൻ വേണ്ടി വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ RRT സംഘമോ
ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായൊരു വീഴ്ചയായി തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അടിമാലിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തെത്തി അവരുടെ മറ്റ് നടപടിക്രമങ്ങൾ മറ്റ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സംഭവ സ്ഥലത്ത് അവർ ചെയ്യുകയും ചെയ്തു. എന്നിട്ടും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എത്തിയില്ല എന്നുള്ളത് ഗുരുതരമായൊരു വീഴ്ചയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതും. ഈ പ്രദേശത്തൊക്കെ ഫെൻസിംഗ് എന്ന പേരിൽ കുറെ കമ്പികൾ വലിച്ചിട്ടുണ്ട്, പക്ഷെ അതിലൂടെയൊന്നും ചാർജില്ല. ആനകൾക്ക് അത് സുഖമായിട്ട് തട്ടിമറിച്ചതിന് ശേഷം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുന്നതാണ് പതിവ്. മാത്രമല്ല വലിയ കിടങ്ങുകൾ സ്ഥാപിക്കുകയോ ഒന്നും വനം വകുപ്പ് ചെയ്തിട്ടില്ല. ഒരു തരത്തിലുള്ള, അതായത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് സമീപത്താണ്. ഇതിൻ്റെ ഈ റോഡ് മറുവശം കടന്നാൽ ഈ പറയുന്ന കാഞ്ഞിരവേലിയാണ്. ഇവിടെ സ്ഥിരമായിട്ട് കാട്ടാന ഉള്ളതാണ്. എങ്കിൽ കൂടിയും ഇവിടെ ഒരു RRT സംഘത്തെ, ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന പോകാതിരിക്കാൻ RRT സംഘത്തെ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകില്ലായിരുന്നു. അല്പസമയം മുമ്പ് ഇവിടെ BJPയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇനി ഈ മൃതദേഹവുമായി നാട്ടുകാരുടെ പ്രതിഷേധവും ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. അത് ഒരു ദിവസം കൊണ്ട് ഈ പ്രതിഷേധം തീരില്ല. ഈ പ്രതിഷേധം ഇന്ന് തുടങ്ങിയതല്ല, കുറേ നാളുകളായി തുടങ്ങിയതാണ്. അതൊരു ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി എന്നുള്ളതും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതെ, ആ തരത്തിലേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ ആനയുടെ ശല്യമുണ്ടായിരുന്നു. അതിൽ നാട്ടുകാർക്ക് പരാതിയുമുണ്ടായിരുന്നു. പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു എന്നുള്ള വലിയ പ്രതിഷേധം അതുകൂടിയാണ് ഇന്നിപ്പോൾ കോതമംഗലത്ത് കാണാൻ കഴിഞ്ഞത്. മൃതദേഹവുമായി മണിക്കൂറുകളോളം നീണ്ട പ്രതിഷേധമാണ് ഉണ്ടായത്. അതിനുശേഷം മൃതദേഹം പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, ഇതിൽ എന്താണ് ഈ വിഷയത്തിൽ ഇത്ര അലംഭാവം എന്നതിന് കൂടി മറുപടി നൽകേണ്ടതുണ്ട്. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ അവിടെ എത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിലൊക്കെ കൃത്യമായൊരു ഉറപ്പ് നൽകണം എന്ന ആവശ്യം പ്രദേശവാസികൾ മുന്നോട്ട് വച്ചിട്ടുണ്ടല്ലോ. സർവകക്ഷി യോഗം അടുത്ത ദിവസം ചേരാനിരിക്കുകയാണ് 9-ാം തീയതി. പക്ഷേ അതിനു മുൻപായി ഇന്നിപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അവർ ഒരു ഉറപ്പ് പ്രതീക്ഷിക്കുന്നുണ്ടാകുമല്ലോ. അനുജ, ഇതിന് പ്രാഥമികമായി മറുപടി പറയേണ്ടത് വനം വകുപ്പാണ്. കാരണം ഈ മേഖലയിൽ RRT സംഘമില്ല എന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. ഇത് ആനശല്യം അതിരൂക്ഷമായി ഉണ്ടാകുന്ന മേഖലയാണ്. ഏതാണ്ട് 5 പഞ്ചായത്തുകളിൽ ഈ ആനശല്യം ഉണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇവിടെ നമ്മൾ രാവിലെ മുതൽ കണ്ട് പരിചയപ്പെട്ട നാട്ടുകാരും ഈ മരിച്ച ഇന്ദിരയുടെ ബന്ധുക്കളും ഒക്കെ പറയുന്നത് സ്ഥിരം ആനശല്യമുള്ള സ്ഥലമാണ് ഇതെന്നാണ്. ഒപ്പം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, 5 പഞ്ചായത്തുകൾ ഈ ആനശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇവിടെ RRT സംഘം വേണം എന്നുള്ളത് ഇവരുടെ ഒരു ആവശ്യമായിരുന്നു. വനത്തിനുള്ളിൽ ട്രഞ്ച് വേണം എന്നുള്ളത് ഇവരുടെ ഒരു ആവശ്യമാണ്. അതോടൊപ്പം ഹാങ്ങിങ് ഫെൻസിങ് വേണം, അത് പെരിയാറിന്റെ ഇരു കരകളിലുമായി ഫെൻസിങ് വേണം എന്നുള്ളതും ഇവരുടെ ഒരു ആവശ്യമാണ്. ഇക്കാര്യത്തിൽ ആദ്യം മറുപടി പറയേണ്ടത് വനം വകുപ്പാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ ഇന്ന് കേട്ട ഒരു മറുപടിയാണ്. അതായത് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇവർ വിളിച്ചിരുന്നു അത്രേ. ആ ഘട്ടത്തിൽ അവർ പറഞ്ഞത് ഞങ്ങൾ തീയണയ്ക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്ന മറുപടിയാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് ഈ മരിച്ച ഇന്ദിരയുടെ ബന്ധുക്കൾ തന്നെ പറയുന്നു. അത് മാത്രമല്ല, ഓരോ തവണ വിളിക്കുമ്പോഴും ഓരോ സ്ഥലങ്ങളിലായി അവർ ഡ്യൂട്ടിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എണ്ണത്തിൽ കുറവുള്ള ആളുകളെ ഉള്ളൂ, എണ്ണത്തിൽ കുറവാണ് ആളുകൾ എന്നൊക്കെയാണ് മറുപടി കിട്ടുന്നത് എന്നാണ് പറയുന്നത്. പ്രാഥമികമായി ഇതിന്റെ ഉത്തരവാദികൾ വനം വകുപ്പാണ്. അത് ഈ വരുന്ന സർവകക്ഷി യോഗത്തിൽ ഒരു പക്ഷേ അക്കാര്യത്തിൽ വലിയ വിമർശനങ്ങൾക്കും കാരണമായേക്കാം. രണ്ടാമതാണ് ഈ പറയപ്പെടുന്ന പോലീസിനും അതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ഈ പറയപ്പെടുന്ന മന്ത്രിക്കും എല്ലാവർക്കും അതിലൊരു റോൾ ഉണ്ടാവുക. അതിൽ ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ പല ഘട്ടങ്ങളിലായി ജില്ലാ ഭരണകൂടത്തെയും ജില്ലാ കളക്ടറെയും ഒക്കെ ഈ വിഷയം അറിയിച്ചിരുന്നു എന്നും പക്ഷേ കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുമാണ് ആരോപണമുയരുന്നത്. പക്ഷേ ഇതൊക്കെ തന്നെ ഇനി വരുന്ന 9-ാം തീയതിയിലെ സർവകക്ഷി യോഗത്തിലാണ് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അന്നൊരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. അത് താൽക്കാലികമായ ഒരു കണ്ണിൽ പൊടിയിടലാണോ അതോ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. മുൻകാലങ്ങളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സർവകക്ഷി യോഗങ്ങൾ പതിവായിരുന്നു. പക്ഷേ പരിഹാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർ പറയുന്ന ഒരു മാനേജ്മെന്റ്, ഈ മൃഗങ്ങളെ ഈ പുറത്തേക്ക് വരാതിരിക്കാൻ ഒരു മാനേജ്മെന്റ് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭം തുടരും എന്ന് നാട്ടുകാരും അറിയിക്കുന്നു. അതായത് ഈ മരണം കൊണ്ട് ഈ മൃതദേഹം ഇവിടെ നിന്നും വിട്ടുകൊടുത്ത് അടക്കം ചെയ്തതുകൊണ്ട് പ്രതിഷേധം അവസാനിപ്പിക്കില്ല, തുടരും എന്ന് തന്നെയാണ് പറയുന്നത് നാട്ടുകാരും. അല്പസമയം മുമ്പ് ഇവിടെ പ്രതിഷേധവുമായി തടിച്ചുകൂടിയ കോൺഗ്രസിന്റെ നേതാക്കളും ഒക്കെ തന്നെ അതാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കൂടിയാണ് അടുത്തു വരുന്നത്. ആ പശ്ചാത്തലത്തിൽ 9-ാം തീയതിയിലെ സർവകക്ഷി യോഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതെ, ഇപ്പോൾ ഇന്ദിരയുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പുരോഗമിക്കുന്നത്. മന്ത്രിയുണ്ട്, കളക്ടറുണ്ട് ആശുപത്രിയിൽ. അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. അതിനിടെ പാലക്കാട്ട് ഇന്ന് ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടി ആന. പട്ടാമ്പി നേർച്ചയ്ക്ക് എത്തിച്ച അക്കരമേൽ മുത്തുവാണ്
പാപ്പാൻ ചായ കുടിക്കാൻ പോയപ്പോൾ ഇറങ്ങി ഓടിയത്. ആനയുടെ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിക്ക് പരുക്കേറ്റ പശു ചത്തു. എലഫന്റ് സ്ക്വാഡ് എത്തിയാണ് ആനയെ ശാന്തനാക്കിയത്. പാലക്കാട് തിരുനെല്ലായ്ക്ക് സമീപം വടക്കുമുറിയിൽ ഡ്രൈവർ ചായ കുടിക്കാൻ ലോറി നിർത്തിയപ്പോഴാണ് ആന ഇറങ്ങിയോടിയത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. ഇരുട്ടായതിനാൽ ആനയെ വേഗത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വടക്കമുറി പമ്പിൻ്റെ ഇടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്തോ സൗണ്ട് കേട്ട് ആന ഇറങ്ങി ഓടി വന്നതെന്ന് പറയാനായിട്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരാളുടെ മാടിൻ്റെ തൊഴുത്ത് പൊളിച്ചിട്ടുണ്ട്. ഒരു മാട്ടുകുട്ടി ചത്തിട്ടുണ്ട്. ഇറങ്ങി ഓടിയ ആന പ്രദേശത്ത് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. നിരവധി വീടുകൾക്കും കടകൾക്കും ആന കേടുപാട് വരുത്തിയിട്ടുണ്ട്. ആടുമേയ്ക്കാൻ പോയ തമിഴ്നാട് സ്വദേശിക്ക് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കലാധരൻ എന്നയാളുടെ വീട്ടിലെ പശുവിനെ ആന ആക്രമിച്ചു. ഒരു കിടാവിനെ ചവിട്ടിക്കൊന്നു. ഞങ്ങളൊരു 6 മണി 6:05 6:10 ഉള്ളിലാണ് ആന കണ്ടത്. ഞങ്ങൾ പാല് കറന്ന് പാൽ ഒഴിക്കാൻ പോകുമ്പോഴേ പറഞ്ഞ ആന വരണ്ട് വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ പോയി പാലൊക്കെ ഒഴിച്ച് വീട്ടിൽ വന്നിരുന്ന് ചായ കുടിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇവിടെ സൗണ്ട് കേട്ട് നോക്കണം. ആന ഇതിലേ വന്നു. ഞങ്ങൾ വെളിയിൽ പോയി നോക്കുമ്പോൾ അങ്ങനെ ഇതിൽ കടന്നു വന്നു. ഇവിടുത്തെ വെള്ളം കുടിച്ചു. ആ പാത്രത്തിനൊക്കെ തട്ടിമറിച്ച് തിരിഞ്ഞിങ്ങടെ തൊഴുത്തിന് തട്ടി. അത് കണ്ട് പേടിച്ച് മാട് വെളിയിലേക്ക് പോയി, കുറ്റിയോടെ പൊഴങ്ങിപ്പോയി. അപ്പം ഞങ്ങളിത് നോക്കണില്ല, കുട്ടി മാട് പോയതൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ ആന പോയ ശേഷമാണ് നോക്കാൻ പറ്റുന്നപ്പോഴാണ് മാടിനെ നോക്കണം. മാടിൻ്റെ ഒരു കൈ ഒടിഞ്ഞു പോയി, കുട്ടി ചത്തുപോയി. 3.5 മണിക്കൂർ പിന്നിട്ട് 7:30ഓടെയാണ് അമ്പാട്ടു ഭാഗത്തെ പറമ്പിൽ ആനയെ കണ്ടെത്തിയത്. തുടർന്ന് എലഫന്റ് സ്ക്വാഡ് അംഗങ്ങളും പാപ്പാന്മാരും ചേർന്നാണ് ആനയെ തളച്ചത്. ഇതിനിടെ പട്ടാമ്പി ദേശീയോത്സവ ആഘോഷത്തിനിടെ സംഘർഷത്തിലേർപ്പെട്ടവർ ആനയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദേശീയോത്സവത്തിലെ ടീം കാസിനോ, ടീം കമാൻഡോസ് എന്നിവർ തമ്മിലായിരുന്നു സംഘർഷം. കാസിനോ ടീം അംഗം ആനയെ ആക്രമിക്കുന്ന ദൃശ്യമാണ് പുറത്തുവന്നത്. ഈ സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. 24 പാലക്കാട്. ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിലെ പ്രതിസന്ധി 3 ദിവസം കൂടി തുടരും. ഒരു ദിവസം പിൻവലിക്കുന്നതിന് 50,000 രൂപ പരിധി വെച്ച് ശമ്പളം നൽകി തുടങ്ങി. ട്രഷറിയിലെ മറ്റിടപാടുകൾക്കും നിയന്ത്രണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പണം തടഞ്ഞുവെച്ച് മാർച്ച് മാസത്തിൽ കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. നിയന്ത്രണങ്ങളോടെയാണെങ്കിലും 3 ദിവസം കൊണ്ട് മുടങ്ങിയ ശമ്പള വിതരണം പൂർത്തിയാക്കുമെന്നാണ് ധനമന്ത്രിയുടെ ഉറപ്പ്. ധനമന്ത്രി പച്ചക്കള്ളം പറയുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന ധനമന്ത്രി രാജിവെക്കുന്നതാണ് നല്ലതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. ശമ്പള പ്രതിസന്ധിയിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. ധനമന്ത്രി KN ബാലഗോപാലിന് നേരെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധമുണ്ടായി. ബജറ്റ് തയ്യാറാക്കി ജീവനക്കാർക്ക് നൽകിയ വിരുന്നിൽ പങ്കെടുക്കാൻ തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. ജീവനക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഇനിയും ആയിട്ടില്ല. ഇപ്പോഴും നിയന്ത്രണങ്ങളോടെയാണ്. 50,000 രൂപയ്ക്കപ്പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക്. ഇതിൽ യഥാർത്ഥത്തിൽ ഇന്ന് ധനമന്ത്രി വിഷയം പറയുമ്പോൾ സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതെന്താണ് എന്നതിൽ കൃത്യത വരുത്താൻ മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മറ്റൊന്ന്, 50,000 രൂപ എന്നുള്ളത് പെൻഷൻ, ശമ്പളം എന്നുള്ളതൊക്കെ മാത്രമാണ് ഈ നിയന്ത്രണം എന്ന് പറയുമ്പോഴും പക്ഷേ മറ്റ് നിക്ഷേപങ്ങളുടെ കാര്യത്തിലും ഈ നിയന്ത്രണം ഉണ്ട് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് മന്ത്രി ഉദ്ദേശിച്ചത്? അനുജ, സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു സ്ഥിതിയിലൂടെ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. ധനമന്ത്രി ഇന്ന് പറഞ്ഞ സാങ്കേതിക പ്രശ്നം അതെന്താണെന്ന് വിശദീകരിക്കാൻ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് ഖജനാവിൽ പണമില്ലാത്തതാണ് കാരണം എന്നുള്ള കാര്യത്തിൽ അതൊരു പരസ്യമായ രഹസ്യമാണ്. പക്ഷേ അത് മന്ത്രിക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല, മന്ത്രിസഭയ്ക്കും സർക്കാരിനും സമ്മതിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ നിലയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു ചിലവ് ചുരുക്കലിലേക്ക്, ഒപ്പം തന്നെ ശമ്പള പ്രതിസന്ധിയിലേക്ക് ഉൾപ്പെടെ നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയം വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആയുധമാവുകയാണ്, സമര കാരണമാവുകയാണ് എന്നുള്ളത് കൂടി. സെക്രട്ടേറിയറ്റ് പരിസരത്ത് തന്നെ ഇന്ന് വിവിധ നിലയിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളുമായിരുന്നു വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്. മാത്രമല്ല, സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അനിശ്ചിതകാല നിരാഹാര സമരവും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ പ്രതിസന്ധിയെ പരിഹരിച്ചുകൊണ്ട് ശമ്പളം കൊടുക്കാം, അത് 3 ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർക്കാമെന്ന് മന്ത്രി പറയുന്നെങ്കിലും അതും ആ നിലയിൽ തന്നെ നടപ്പാവാനുള്ള സാധ്യതയില്ല. ഇന്ന് ശമ്പളം ജീവനക്കാർക്ക് വന്നു തുടങ്ങിയെങ്കിലും 1-ാം തീയതി ശമ്പളം ലഭിക്കുന്ന ഒരു മാസത്തിലെ ആദ്യ
പ്രവൃത്തി ദിനത്തിൽ ശമ്പളം ലഭിക്കുന്നവർക്കാണ് ഇന്ന് ശമ്പളം വന്നു തുടങ്ങിയത്. പക്ഷേ അപ്പോഴും പൂർണ്ണമായി എല്ലാവർക്കും വന്നു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിന് വലിയ നിലയിലുള്ള ചിലവ് ഇപ്പോൾ തന്നെ വരും. കഴിഞ്ഞ ദിവസം മാർച്ച് 1-ന് ഒരു 3000 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിന് ലഭിച്ചിരുന്നു. 4000 കോടി രൂപ ലഭിച്ചിരുന്നു. ഇതുപയോഗിച്ച് ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് ശമ്പളം കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ മറ്റു പല പ്രതിസന്ധികളിലേക്ക് കൂടി കടക്കുക. പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ ആ നിലയിൽ കുറേ അടവുകളും പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് സർക്കാരിന് ആ നിലയിലേക്ക് ഒരു എടുത്തുചാടി ശമ്പളം കൊടുക്കുന്നത് വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. മാത്രമല്ല ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് ആവുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 9 ദിവസത്തിലധികം ആ നിലയിലേക്ക് തുടരുകയാണെങ്കിൽ ട്രഷറി പൂട്ടേണ്ട ഒരു സ്ഥിതി ഉൾപ്പെടെയുണ്ട്. ആ കണക്കുകളെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അതിനൊരു ബദൽ മാർഗം തേടുന്നത്. നിലവിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി അങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിൻ്റെ വിശദീകരണം 13,000 കോടി രൂപയെങ്കിലും അടിയന്തരമായി കേന്ദ്ര സർക്കാർ നൽകണമെന്നാണ്. പക്ഷേ അത് നൽകില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അതേസമയം ഈ നിലവിൽ നടത്തിയ ഇടപെടലുകളുടെ വൈദ്യുത മേഖലയിൽ നടത്തിയ പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലത്തിൽ 4200 കോടി രൂപ കടം വാങ്ങാൻ സാധിക്കും. അങ്ങനെ കടമെടുത്താൽ അതിൽ ഒരു പ്രതിസന്ധിയിൽ ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ തന്നെ 5,12,000 ജീവനക്കാർക്കാണ് ഈ ശമ്പളം നൽകാനുള്ളത്. അത് തന്നെ 3,330 കോടി രൂപ ആകെ ശമ്പളത്തുകയാകും. അതിൽ 1,600 കോടി രൂപ ആദ്യ ദിനം മാത്രമുള്ള ശമ്പളം കൊടുക്കേണ്ടതായി വരും. ആ ശമ്പളം ഇന്ന് തന്നെ കൊടുക്കാമെന്ന് ആദ്യം മന്ത്രി വ്യക്തമാക്കിയതാണ്. പക്ഷേ അതിനുള്ള സാധ്യത നിലവിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഇന്ന് ഈ ശമ്പളം കൊടുത്താലും അത് പൂർണ്ണ അർത്ഥത്തിൽ പൂർണ്ണമായി ഈ ആളുകൾക്ക് അല്ലെങ്കിൽ ഈ സർക്കാർ ജീവനക്കാർക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് ഈ സമരം ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് അത് അക്കൗണ്ടിൽ പണം വന്നാൽ മാത്രം പോരാ, അത് വിനിയോഗിക്കാനുള്ള അവകാശം കൂടി ലഭിക്കുന്നത് വരെയും ഈ സമരം തുടരുമെന്നാണ്. എന്തായാലും സർക്കാർ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയെയാണ് നേരിടുന്നത്. ആ പ്രതിസന്ധിക്ക് കാരണക്കാർ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ധനമന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് അത്തരം പ്രതിരോധം കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അനുജ, പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ PC ശശീന്ദ്രൻ വിശദീകരണം തേടി. ഡീനിനോടും അസിസ്റ്റന്റ് വാർഡനോടുമാണ് വിശദീകരണം തേടിയത്. അടിയന്തരമായി മറുപടി നൽകാനാണ് നിർദ്ദേശം. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ഡീനിനെതിരെയൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇപ്പോൾ ഏത് തരത്തിലേക്ക് ഇടപെടൽ VC നടത്തിയിട്ടുണ്ട്? അനുജ, എന്തായാലും ഒരു പക്വമായ ഇടപെടലിലേക്ക് വീസ് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പെട്ടെന്നുള്ള ഒരു നടപടി എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ വിശദീകരണങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് VCയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് VCയുമായി അടുത്ത വൃത്തങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ മരണം നടന്ന ഉടനെ തന്നെ ആ വിവരം കൈമാറുന്നതിലടക്കം ഗുരുതരമായ വീഴ്ചയുണ്ടായി. ഈ സമയത്ത്, അതായത് ഇത് ആത്മഹത്യയാണ് എന്ന് പറയുന്നു, ആ സമയത്ത് വാതിൽ പൊളിച്ചു കയറുന്ന സമയത്ത് ഏതൊക്കെ ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന സംബന്ധിച്ചെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആ സമയത്ത് ഏത് സമയത്താണ് ഈ മരണവിവരം കൈമാറിയത്, അതോടൊപ്പം തന്നെ ഈ സിദ്ധാർത്ഥന്റെ മൃതദേഹം ഈ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു നടപടിക്രമങ്ങൾ എന്നതിൽ ഉൾപ്പെടെ വ്യക്തത തേടിക്കൊണ്ട് ഇപ്പോൾ ഈ വിശദീകരണം തേടിയിരിക്കുന്നത്. നേരത്തെ മുൻ VCയുമായി കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഡീനിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ എന്നാൽ പോലും പുതിയ VC ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്, അതായത് പെട്ടെന്നൊരു നടപടിയിലേക്കല്ല, എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം വേണം. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു വിശദീകരണമാണ് തേടിയിരിക്കുന്നത്. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ തന്നെ മറുപടി ലഭിക്കത്തക്ക വിധത്തിലുള്ള വിശദീകരണമാണ് തേടിയിരിക്കുന്നത്. ഈ മറുപടികൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ ഡീനിനെതിരെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡനെതിരെയും എല്ലാം നടപടിക്ക് മുതിരുക എന്നുള്ളതാണ്. ഡീനും ഇതേപോലെ ഈ വിവരം കൈമാറുന്നതിൽ വീഴ്ച ഉണ്ടായി എന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് 10 മിനിറ്റിനുള്ളിൽ വൈസ് ചാൻസലർ അടക്കമുള്ളവർക്ക് താൻ വിവരം കൈമാറിയിരുന്നു എന്നൊരു മറുപടിയാണ് ഡീൻ ഉൾപ്പെടെ കൈമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും കേട്ടുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോവുക, അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ ഈ വിവാദ വിഷയങ്ങളിലടക്കം കൃത്യമായ മറുപടി ഡീനിനോടും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡനോടും തേടുക എന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ വൈസ് ചാൻസലർ കടന്നിരിക്കുന്നത്. എന്തായാലും 3 മണിയോട് കൂടിയാണ് വിശദീകരണം തേടിയിട്ടുള്ളത്. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ മറുപടി കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ഈ വൈസ് ചാൻസലറിനോട് അടുത്ത വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി, സിദ്ധാർത്ഥന്റെ മരണത്തിലാണ് വൈസ് ചാൻസലർ ഇപ്പോൾ ഡീനിനോടും അസിസ്റ്റന്റ് വാർഡനോടും വിശദീകരണം തേടിയത്. അടിയന്തരമായി മറുപടി നൽകണം, ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെയോടെ മറുപടി നൽകണം എന്നുള്ളതാണ്. കുടുംബം ഡീനിനെതിരെയൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ കൂടി എന്ത് വിശദീകരണം ഇവർ നൽകാനിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതുമാകും. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുമായി ക്യാമ്പസിനുള്ളിൽ തെളിവെടുപ്പ് നടത്തി പോലീസ്. മെൻസ് ഹോസ്റ്റലിനടുത്തുള്ള കുന്നിൻ മുകളിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ ആദ്യം മർദ്ദിക്കുന്നത്. കേസിലെ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്താനുള്ള നീക്കത്തിലാണ് പോലീസ്.
കേസിലെ പ്രതികളായ റഹാൻ ബിനോയ്, ആകാശ് എന്നിവരുമായാണ് മെൻസ് ഹോസ്റ്റലിനടുത്തുള്ള കുന്നിൻമുകളിൽ തെളിവെടുപ്പ് നടത്തിയത്. 16 രാത്രി 9 മണിക്ക് ശേഷം സിദ്ധാർത്ഥനെ ആദ്യമായി മർദ്ദിക്കുന്നത് ഈ കുന്നിൻമുകളിൽ വെച്ചാണ്. ഡാനിഷും റഹാനും അടക്കമുള്ളവർ ഹോസ്റ്റലിൽ നിന്നും സിദ്ധാർത്ഥനെ കൊണ്ടുപോവുകയായിരുന്നു. ഇവിടെ കാത്തുനിന്നിരുന്ന കാശിനാഥന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. സഹപാഠിയായ പെൺകുട്ടിയോട് മോശമായി പെരുമാറി എന്നാരോപിച്ച് 1 മണിക്കൂറോളം മർദ്ദിച്ച ശേഷം ഹോസ്റ്റലിലെ 21 നമ്പർ മുറിയിലേക്ക് കൊണ്ടുപോയി. SFI യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഇസ്ഹാൻ താമസിക്കുന്ന മുറിയാണ് ഇത്. ഇവിടെ വച്ച് 2 മണിക്കൂറോളം മർദ്ദനം. സിദ്ധാർത്ഥനെ അടിവസ്ത്രത്തിൽ നിർത്തി. ബെൽറ്റ് കൊണ്ടും ഗ്ലൂഗൺ കേബിൾ കൊണ്ടും മടിച്ചു. ഇതിനുശേഷം ഹോസ്റ്റലിന്റെ നടുത്തളത്തിലിറക്കി 1:45 വരെ മർദ്ദിച്ചു. 15 മിനിറ്റോളം മുകളിലെ ഡോർമെട്രിക്ക് സമീപവും മർദ്ദനം തുടർന്നു. നിരന്തര ശാരീരിക മാനസിക പീഡനത്തിനൊടുവിലാണ് സിദ്ധാർത്ഥന്റെ ആത്മഹത്യയെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കേസിൽ ക്രിമിനൽ ഗൂഢാലോചനാ കുറ്റവും ചുമത്തും. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ വിളിച്ചുവരുത്തിയതിന് പിന്നിലും ആക്രമിച്ചതിന് പിന്നിലും വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് തെളിവാകുന്ന ഫോൺ രേഖകളും പോലീസ് ശേഖരിച്ചു. 24 വയനാട്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. KSU MSF പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. പോലീസ് നടപടിയിൽ നിരവധി പേർക്ക് പരുക്കേറ്റു. പ്രതിഷേധിച്ച് KSU നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, ഇന്ന് വലിയ സംഘർഷം ക്യാമ്പസിന് മുന്നിൽ അരങ്ങേറുന്നതാണ് നമ്മൾ കണ്ടത്. പോലീസ് ലാത്തി വീശുന്നു, ജലപീരങ്കി പ്രയോഗിക്കുന്നു, കണ്ണീർവാതക പ്രയോഗം നടത്തുന്നു, ഒട്ടേറെ പ്രവർത്തകർക്കൊക്കെ പരുക്കേൽക്കുന്നു. ആ തരത്തിലേക്ക് വലിയ സംഘർഷമായി പ്രതിഷേധം മാറിയതെങ്ങനെയാണ്? അനുജ, സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല, ക്രിമിനൽ ഗൂഢാലോചനയടക്കം അന്വേഷിക്കണം. ഇക്കാര്യത്തിൽ ഉന്നതമായ ഗൂഢാലോചന അടക്കം നടന്നിട്ടുണ്ട്. ഇത് കേവലമായ ആത്മഹത്യയല്ല, ആസൂത്രിതമായ കൊലയാണ് എന്നാരോപിച്ചാണ് KSUവും MSFും വെറ്റിനറി സർവകലാശാല ക്യാമ്പസ് പൂക്കോടുള്ള വെറ്റിനറി കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ആദ്യം MSF ആണ് പ്രതിഷേധവുമായി എത്തിയത്. പിന്നാലെ KSUവും വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരെ അടക്കം സംഘടിപ്പിച്ചാണ് പ്രവർത്തകരുടെ വലിയ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു ഈ സമരത്തിന്റെ ഭാഗമായി. പ്രതിഷേധവുമായി KSU പ്രവർത്തകർ എത്തിയതോടുകൂടി സംഘർഷം കൈവിട്ടു പോകുന്ന നിലയിലേക്ക് എത്തി. ആദ്യം MSF പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. പിന്നീട് അവർ അല്പം സമാധാനത്തിന്റെ പാതയിലേക്ക് മാറി. KSU പ്രവർത്തകർക്ക് പക്ഷേ വലിയ പ്രവർത്തക പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഒരു വിഭാഗം പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു. പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. വലിയ ലാത്തി ചാർജ് പോലീസ് നടത്തി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. 8ഓളം പ്രവർത്തകർക്ക് കാര്യമായി തന്നെ പരിക്കേറ്റു. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി, താലൂക്ക് ആശുപത്രിയിലേക്ക് ഇതിനിടെ മാറ്റി. പോലീസ് ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിച്ചു. പ്രവർത്തകർക്ക് നേരെ പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകർ ഇതിനിടെ ബാരിക്കേഡ് മറികടന്ന് ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചു. അവരെല്ലാം പോലീസ് ലാത്തി വീശി. അവർക്ക് നേരെയെല്ലാം വലിയ ലാത്തി ചാർജ് നടന്നു. പ്രവർത്തകർക്ക് വലിയ തോതിൽ പരിക്ക് പറ്റി. പിന്നീട് വലിയ തോതിൽ ഏതാണ്ട് ഈ ക്യാമ്പസ് വെറ്റിനറി കോളേജ് ക്യാമ്പസിന്റെ കവാടം എന്നതൊരു സംഘർഷ ഭൂമിയായി തന്നെ മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ഒപ്പം KSU പ്രവർത്തകർ ആരോപിക്കുന്നത് വലിയ ക്രൂരമായ പോലീസ് ആക്രമണം നേരിട്ടു. പ്രവർത്തകർ സംഘടിച്ച് കൂട്ടമായി നിൽക്കുന്നതിന്റെ നടുവിലേക്ക് ഷെല്ലുകൾ പോലീസ് എടുത്തെറിഞ്ഞു. അത് പൊട്ടിത്തെറിച്ച് തന്നെ പല പ്രവർത്തകർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം ചിലരെ പിന്തിരിഞ്ഞ പ്രവർത്തകരെ ചിലരെയൊക്കെ ഒറ്റയ്ക്ക് പോലീസ് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ലാത്തി ചാർജിലും വലിയ തോതിൽ പരിക്കേറ്റും എന്നാണ് KSU പ്രവർത്തകർ ആരോപിക്കുന്നത്. അങ്ങനെ പോലീസ് മർദ്ദനത്തിലും ഒപ്പം ഈ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറെ കൂടി കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകണം, നീതി ലഭ്യമാകും വിധമുള്ള ഇടപെടൽ ഉണ്ടാകണം. ഇപ്പോൾ കേസ് അട്ടിമറിക്കുന്നതിനടക്കമുള്ള ഇടപെടലുകൾ നടക്കുന്നു എന്നാരോപിച്ചാണ് സംസ്ഥാന വ്യാപകമായി നാളെ പഠിപ്പ് മുടക്കിന് വിദ്യാഭ്യാസ ബന്ദിന് KSU ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പരീക്ഷകൾ നടക്കുന്നുണ്ട്. പരീക്ഷകൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. അതിനെ ബാധിക്കാതെ മറ്റിടങ്ങളിൽ വിദ്യാഭ്യാസ
ബന്ദ് സംസ്ഥാന വ്യാപകമായി തന്നെ നടത്തും എന്ന് KSU പറയുന്നുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി ക്യാമ്പസിന് പുറത്ത് KSU നിരാഹാര സമരം നടത്തുന്നുണ്ട്. അതിന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നാളെ മുതൽ മാറ്റുകയാണ്. KSUവിൻ്റെയും മറ്റ് വിവിധ യുവജന സംഘടനകളുടെയും ഒക്കെ പ്രതിനിധികൾ നിരാഹാര സമരത്തിലേക്ക് കടക്കും. അതായത് ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണമോ CBI അന്വേഷണവും ഒക്കെയാണ് വേണ്ടത് എന്ന ആവശ്യമാണ് പ്രതിപക്ഷ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ആരോപിക്കുന്നത്. ഈ കാര്യത്തിൽ അതായത് കൂടുതൽ ഉന്നത ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ പങ്ക് അന്വേഷിക്കണമെങ്കിൽ കുറ്റകൃത്യം മറച്ചുവെക്കാൻ, കുറ്റവാളികളെ രക്ഷിക്കാൻ പലരുടെയും ഇടപെടൽ ഉണ്ടായി എന്ന ആരോപണമാണ് പ്രതിപക്ഷ സംഘടനകളൊക്കെ നേരത്തെ മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിൽ നിന്നുള്ള മുതിർന്ന CPM നേതാക്കളടക്കം കുറ്റം മറച്ചുവെക്കാനോ കുറ്റവാളികളെ രക്ഷിക്കാനോ ഒക്കെ ശ്രമം നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥനെ അടക്കം ഭീഷണിപ്പെടുത്തി എന്ന ആരോപണം അത് CPM ജില്ലാ നേതൃത്വം തള്ളുന്നുണ്ട്. പക്ഷേ അത്തരം ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. ഈ കേസ് ഫ്രെയിം ചെയ്യുന്നതിലടക്കം ഗുരുതരമായ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുക, ഒപ്പം ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന കൂടി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായവരിലേക്ക് മാത്രമല്ല, ഇതിന് കുറ്റകരമായ അനാസ്ഥ വരുത്തിയവർ മുതൽ കുറ്റകൃത്യം മറച്ചുവെക്കാൻ ശ്രമിച്ചവരിലേക്ക് വരെ അന്വേഷണം പോകണം. അപ്പോൾ മാത്രമാണ് ഈ കാര്യത്തിൽ ശരിയായ അന്വേഷണം നടക്കുക എന്നതാണ് KSUവിൻ്റെ വാദം. ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, കാരണം സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായ സമരവുമാണ്. അത് വലിയ തോതിൽ സംഘർഷത്തിലേക്ക് ഒക്കെ പോകുന്നു. തുടർ സമരങ്ങളും ഉണ്ടാകും. തിരുവനന്തപുരത്തും വയനാട്ടിലും ഒക്കെ ഒരേ സമയം സമരം നടത്തുന്ന വിധം കാര്യങ്ങൾ മാറ്റും എന്നാണ് പ്രതിപക്ഷ സംഘടനകളൊക്കെ പറയുന്നത്. KSUവിൻ്റെ സമരം എന്നത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്ന നില വന്നു. അതുതന്നെ വലിയ പോലീസ് സന്നാഹത്തെ ഉപയോഗിച്ച് ആസൂത്രിതമായി സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പ്രകോപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പോലീസ് ലാത്തിവീശി എന്നെല്ലാം പ്രവർത്തകർ വാദിക്കുന്നുണ്ട്. ഏതായാലും കുറേയധികം പ്രവർത്തകർ ഇപ്പോഴും കുറച്ചുപേർ ചികിത്സ തേടി ആശുപത്രി വിട്ടു, കുറച്ചുപേർ ആശുപത്രിയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. പിന്നീട് രണ്ടായിട്ടാണ് സമരം നടത്തിയതെങ്കിലും MSFിൻ്റെയും KSUവിൻ്റെയും പ്രതിഷേധം പിന്നീട് ഒറ്റ സമരമായി മാറുന്ന കാഴ്ചയും കണ്ടു. ആ നിലയ്ക്കുള്ള വലിയ സംഘർഷത്തിലേക്ക് അത് വഴിമാറി. പിന്നീട് പരിക്കേറ്റ പ്രവർത്തകരെ അവർ തന്നെ, സമരത്തിൻ്റെ സംഘാടകർ തന്നെ ആളുകളെ ആംബുലൻസ് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് നേതാക്കൾ തന്നെ ഇടപെട്ട്, കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇടപെട്ടാണ് KSU പ്രവർത്തകരെ അടക്കം പിന്തിരിപ്പിച്ചത്. അങ്ങനെയാണ് ആ സമരം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചത്. പക്ഷേ വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായ തുടർ സമരങ്ങൾ, അവർ നേരത്തെ ആരോപിച്ചതുപോലെ തന്നെ ഇതിൽ മറ്റ് ഏജൻസികൾ കൂടി അന്വേഷണത്തിലേക്ക് വരണം. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ക്രിമിനൽ ഗൂഢാലോചന അടക്കം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നതാണ്. നേരത്തെ ജില്ലാ നേതാവ് CPIMൻ്റെ മുൻ MLAയും CPIMൻ്റെ മുതിർന്ന നേതാവുമായ CK ശശീന്ദ്രനെതിരെ അടക്കം കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. DYSPയെ ഭീഷണിപ്പെടുത്തി കേസിൻ്റെ ആദ്യഘട്ടത്തിൽ, അത് കുറ്റവാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കോടതി വളപ്പിൽ അദ്ദേഹം പോയത്, കേസ് വിവരം അന്വേഷിക്കാനല്ല എന്ന നിലയ്ക്കൊക്കെയുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല, എന്താണ് വിവരം എന്ന് അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത്. ഏതെങ്കിലും നിലയ്ക്ക് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നടപടിയും CPMൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല. 18 പ്രവർത്തകരിൽ 5 പേർ മാത്രമാണ് SFI പ്രവർത്തകർ, അവരെ പുറത്താക്കിയിട്ടുണ്ട്, തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മറ്റ് ഇടപെടലുകളൊന്നും ഉണ്ടാകില്ല എന്ന നിലയ്ക്കാണ് CPMൻ്റെ വിശദീകരണം വരുന്നത്. പക്ഷേ അപ്പോഴും ഈ കേസിൽ ശരിയായ വിധത്തിൽ അന്വേഷണം ഇനിയും നടക്കേണ്ടതുണ്ട് എന്ന വാദമാണ്. അല്ലെങ്കിൽ ക്രിമിനൽ ഗൂഢാലോചന, അവിടെയുള്ള കുറ്റകരമായ അനാസ്ഥ കാണിച്ചവർ മുതൽ കുറ്റകൃത്യം മറച്ചുവെക്കാൻ ശ്രമിച്ചവർ വരെയുള്ളവരിലേക്ക് അന്വേഷണം എത്തണമെന്നാണ് KSU അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അതിന്റെ ഭാഗമായുള്ള തുടർ സമരങ്ങൾ അവർ ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, പൂക്കോട് വിഷയത്തിൽ ഈ മരണത്തിന് ഉത്തരവാദികളായ മുഴുവൻ പേരിലേക്കും അന്വേഷണം ചെന്നെത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ KSUവും MSFും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധമാണ് സംഘർഷത്തിലേക്ക് വഴിമാറിയത്. നാളെ KSU സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം വരും ദിവസങ്ങളിൽ സമരം തിരുവനന്തപുരത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് KSUവിൻ്റെ തീരുമാനം. അതിനിടെ കോഴിക്കോട് കൊയിലാണ്ടിയിൽ R ശങ്കർ മെമ്മോറിയൽ കോളേജിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന പരാതിയിൽ നടപടി. SFI പ്രവർത്തകരായ 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. റാഗിംഗ് പരാതി ഉയർന്ന സാഹചര്യത്തിൽ ആന്റി റാഗിംഗ് വിരുദ്ധ വിഭാഗം അന്വേഷിക്കും. സമീർ C മുഹമ്മദ് വിശദാംശങ്ങളുമായി. സമീർ, എന്ത് നടപടിയുണ്ടായിട്ടുണ്ട് നിലവിൽ? ഇതിൽ എന്തൊക്കെ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്? റാഗിംഗ് കമ്മിറ്റി, ആന്റി റാഗിംഗ് വിരുദ്ധ വിഭാഗം അവരുടെ അന്വേഷണം തുടങ്ങുന്നത് എപ്പോഴാണ്? വെള്ളിയാഴ്ചയാണ് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിട്ടുള്ള അമലിന് ക്രൂരമായ മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് അമലിന്റെ രക്ഷിതാവ് കോളേജിലെത്തുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ പോലീസിലും പരാതി നൽകി. ഇപ്പോൾ കോളേജ് അധികൃതർക്ക് നൽകിയിട്ടുള്ള പരാതിയിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 5 പേർക്കെതിരെ സസ്പെൻഷൻ വന്നിരിക്കുന്നു. പ്രധാനമായും അമലിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജ് ചെയർമാനായിട്ടുള്ള R അഭയകൃഷ്ണ, ഒപ്പം തന്നെ കോളേജ് യൂണിയൻ സെക്രട്ടറി AR അതുനാഥ് എന്നിവരെയും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് 3 പേർക്കെതിരെയുമാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. മുഹമ്മദ് ഷഫാഖ്, ആദിത്യൻ, ആദർശ് എന്നിവരുമാണ് ഈ 5 പേർ. ഈ 5 പേരെ അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം നടക്കുന്നുമുണ്ട്. അതിലും ഇത് റാഗിങ്ങിന്റെ ഭാഗമാണ് എന്നുള്ള മൊഴിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് 5 അംഗ സമിതിയെ പ്രിൻസിപ്പൽ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ ഇതിന്റെ പ്രാഥമിക നടപടികൾ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.
ചെയ്യുന്നത്. ഈ വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ട് ഇവരുടെ മൊഴിയെടുക്കുകയും തുടർന്നുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. 4 പേർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടാതെ കണ്ടാൽ അറിയാവുന്ന 20 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതും തുടർന്നുള്ള നടപടിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ അമൽ ചികിത്സയിൽ കഴിയുകയാണ്. അമലിന്റെ മൂക്കിൽ നിന്നും ഒപ്പം തന്നെ വായിൽ നിന്നുമൊക്കെ രക്തം വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത്രമേൽ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനാണ് അമല് വിധേയനായിട്ടുള്ളത്, ഇരയായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് വലിയ പ്രതിഷേധം ഇന്ന് കോളേജിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയും പിന്നീട് പോലീസ് എത്തുന്ന ഒരു ഘട്ടം, ക്യാമ്പസിൽ പോലീസ് എത്തുകയും പോലീസ് വിഷയത്തിൽ ഇടപെടുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതരുടെ നടപടി ആരംഭിച്ചിട്ടുണ്ട്. 5 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പോലീസിന്റെ അന്വേഷണം തുടരുകയുമാണ്. അനുജ, ഇനി മാർക്കറ്റ് വ്യൂ ആണ്. സൂര്യശ്രീ ചേരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 66 പോയിന്റ് നേട്ടത്തിൽ 73,872 പോയിന്റിലെത്തി. നിഫ്റ്റി 22,400 മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചു. പിന്തുണച്ചത് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകളിലെ ഉയർന്ന നേട്ടം. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം 6.1% നിന്ന് 6.8% ഉയർത്തി ആഗോള റേറ്റിംഗ് ഏജൻസി മൂഡീസ്. ഗവൺമെന്റിന്റെ മൂലധന ചെലവും ശക്തമായ ഉൽപാദന പ്രവർത്തനവും അനുകൂലമായി. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2023 മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നും മൂഡീസ്. നേട്ടത്തിന്റെ പാതയിൽ അദാനി പോർട്സ്. ചരക്ക് നീക്കത്തിൽ കമ്പനി രേഖപ്പെടുത്തിയത് 33% വർധന. കമ്പനിയുടെ ഓഹരികൾ കഴിഞ്ഞ 6 മാസത്തിനിടെ 70% ഉയർന്നു. എണ്ണ ഉൽപാദനം വെട്ടിക്കുറച്ചത് 2ാം പാദത്തിലേക്കും നീട്ടി ഒപെക് രാഷ്ട്രങ്ങൾ. സൗദി അറേബ്യ എണ്ണ ഉൽപാദനം 1 ദശലക്ഷം ബാരൽ വെട്ടിക്കുറയ്ക്കും. വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനം ക്രമേണ മാറ്റുമെന്ന് സൂചനകൾ. UAE, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലേക്ക് ഉള്ളി കയറ്റുമതി ചെയ്യാൻ അനുമതി നൽകി ഇന്ത്യ. 64,400 ടൺ ഉള്ളി കയറ്റുമതി ചെയ്യും. നടപടി ഇന്ത്യയിൽ ഉള്ളി കയറ്റുമതി നിരോധനം നിലനിൽക്കെ സുഹൃത്ത് രാഷ്ട്രങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന്. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ഇന്ത്യൻ GDP ഡേറ്റ പുറത്തു വന്നതിന് പിന്നാലെ വിപണിയിൽ ഇന്നും കുതിപ്പ് തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ റെക്കോർഡ് നേട്ടവും മറികടന്ന് ഒരു പുതിയ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയാണ് ഓഹരി വിപണിയിൽ ഇന്ന് വ്യാപാരം അവസാനിച്ചത്. നിഫ്റ്റിയിലൊക്കെ തന്നെയും 22,400 മുകളിലാണ് ഇന്നത്തെ ക്ലോസിംഗ് റേറ്റ്. മേഖലകളിൽ ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ തന്നെ ബാങ്കുകൾ, ഊർജ്ജം, ഇൻഫ്രാ ഫാർം എന്നിവ ഉയർന്നപ്പോൾ IT, ലോഹങ്ങൾ, ഓട്ടോമൊബൈൽ എന്നിവയാണ് ഇന്ന് വ്യാപാരത്തിൽ അല്പം സമ്മർദ്ദം ചെലുത്തിയത്. ഇനി സൂചികകളിലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റിയിൽ ഇന്ന് നിഫ്റ്റിയുടെ എല്ലാ സൂചികകളും വളരെ ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യിൽ 27 പോയിന്റ് ഉണർവിൽ 22,405 പോയിന്റിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിച്ചപ്പോൾ ഇന്നൊരു ഓൾ ടൈം റെക്കോർഡൊക്കെ തന്നെയും ഇന്ന് നിഫ്റ്റിയിൽ രേഖപ്പെട്ടിരുന്നു. 22,440 ഇന്ന് നിഫ്റ്റി ഉയർന്ന ഏറ്റവും ഉയർന്ന പോയിന്റ് 22,440 എങ്കിലും ആ ഒരു നേട്ടത്തിൽ നിന്ന് ചെറിയൊരു ഇടിവുണ്ടായെങ്കിലും ഓൾ ടൈം റെക്കോർഡിൽ തന്നെയാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 22,400 എന്ന പോയിന്റ് നിഫ്റ്റി ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇനി നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഒരു പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ്. 158 പോയിന്റ് നേട്ടത്തിൽ 47,456 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏകദേശം 1% നേട്ടമൊക്കെ തന്നെ ബാങ്ക് സൂചികളിൽ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സൂചികളിൽ നേട്ടം ഉണ്ടായത് ഓയിൽ ആൻഡ് ഗ്യാസിലാണ്. ഏകദേശം 2% നേട്ടമാണ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികളിൽ ഉണ്ടായത്. ഇനി നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഒരു 79 പോയിന്റ് നേട്ടത്തിൽ 20,927 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു റെക്കോർഡ് നേട്ടമുണ്ടായിരുന്നു. 100 പോയിന്റ് ആധിപത്യമൊക്കെ തന്നെ പിന്തുടർന്നിരുന്നു. ശേഷം ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 66 പോയിന്റ് ഉണർവിൽ 73,872 പോയിന്റിലാണ് സെൻസെക്സിലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ആഴ്ച പുറത്തിട്ട GDP കണക്കുകളൊക്കെ തന്നെ ഈ ആഴ്ചയും അതിന്റെ നേട്ടം പിന്തുടരുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു
മാർക്കറ്റ് എക്സ്പെർട്ടാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് എന്തായാലും ഒരു എവർ ടൈം അല്ലെങ്കിൽ ഒരു ഓൾ ടൈം റെക്കോർഡൊക്കെ തന്നെ കീഴടക്കിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു വിപണിയിൽ ഉണ്ടായ ഒരു നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഈ ഒരു നേട്ടം പിന്തുടരുമ്പോഴും മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഗുഡ് ഈവനിങ് സൂര്യ. ഇന്ന് നമ്മൾ മാർക്കറ്റിലെ കാലത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആയിരുന്നു. ഇന്ന് ആ റേഞ്ച് ബൗണ്ട് വളരെ നാരോ ആയിരുന്നു എന്ന് തന്നെ പറയാം. കാരണം എന്താ കഴിഞ്ഞാൽ ഒരു 80 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമാണ് നിഫ്റ്റിൽ ഉണ്ടായിരുന്നത്. അതായത് 22,360-നും 22,440-നും ഇടയിലുള്ള ഒരു ചെറിയ 80 പോയിന്റിന്റെ മൂവ്മെന്റിനുള്ളിലാണ് മാർക്കറ്റ് ഇന്ന് കയറി ഇറങ്ങി നിന്നത്. എന്നിരുന്നാലും മാർക്കറ്റിന്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ക്ലോസിംഗ് വീണ്ടും 400ന്റെ മുകളിൽ ക്ലോസ് ചെയ്തു. എല്ലാ ദിവസവും പുതിയ പോസിറ്റീവായിട്ട് ഒരു ചെറിയ ഒരു അപ് ട്രെൻഡിലാണ് എല്ലാ ദിവസവും ഇപ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വളരെ നല്ലൊരു റാലി ഉണ്ടായെങ്കിലും ആ റാലിയെ തുടർന്ന് ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് കടന്നിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. മാർക്കറ്റിന്റെ അണ്ടർടോൺ പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. എന്നാൽ ഇത് എത്രത്താള് ഇങ്ങനെ നിൽക്കും എന്നുള്ളത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഒരു ബുൾ ഫേസിൽ തന്നെയാണ് മാർക്കറ്റ്. അതിനകത്ത് നിന്ന് ഒരു കറക്ഷനിലേക്കോ അല്ലെങ്കിൽ ഒരു സെല്ലിങ്ങിലേക്കോ ഒന്നും മാർക്കറ്റ് ഇതുവരെയും പോയിട്ടില്ല. അതിൻ്റെ ഒരു ലക്ഷണവും മാർക്കറ്റിൽ കാണിച്ചിട്ടുമില്ല. മാർക്കറ്റ് ആ ഒരു ബുൾ ഫേസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ടുണ്ടായ PSU സ്റ്റോക്സ് ആണ് ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നത്. ONGC, അതുപോലെ തന്നെ പവർ ഗ്രിഡ്, BPCL, NMDC, HAL തുടങ്ങിയ ഷെയർസൊക്കെ 2% മുകളിൽ ഉയർന്നപ്പോൾ BHEL 12% ഉയർന്നാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ പ്രത്യേകതകൾ PSU സ്റ്റോക്സ് ആയിരുന്നു. പിന്നെ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ 5% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഹൈലൈറ്റ്സ്. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും വിപണിയിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരുകയാണ്. സൂചികകൾ തുടർ മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ നൽകുന്നു എന്ന് തന്നെ പറയാം. കൂടുതൽ വിപണി വാർത്തകളുമായി മാർക്കറ്റ് വ്യൂവിൽ ഇനി നാളെ കാണാം. ഇന്ന് സംഭവിച്ചതുമായി അനുജ തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. മംഗളൂരുവിലെ കടബയിൽ 3 പെൺകുട്ടികൾക്ക് നേരെ ആസിഡ് ആക്രമണം. കടബ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പെൺകുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലയാളിയായ അഭിനയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിക്ക് നേരെയുണ്ടായത് ക്രൂരമായ ആസിഡ് ആക്രമണമെന്ന് പരുക്കേറ്റ പെൺകുട്ടിയുടെ ബന്ധു KC എബ്രഹാം പറഞ്ഞു. ആസൂത്രിതമായ ആക്രമണമാണ് നടന്നത്. 2 ദിവസം മുൻപ് പ്രതി മംഗളൂരുവിൽ എത്തിയതായാണ് വിവരമെന്നും KC എബ്രഹാം 24നോട് പറഞ്ഞു. അവൾ വെളുപ്പിന് എന്നും ബസ്സിനാണ് വരുന്നത്. ബസ്സിന് വരുന്ന സമയത്തിന് അവൾ വെളുപ്പിന് 8:15 ബസ്സിന് അവിടുന്ന് ഗോളെടുക്കുന്ന കടബായി വന്നിറങ്ങി സ്കൂളിൽ വേഗം എത്തിച്ച് ഇവർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുത്തന് ഒരു സ്കൂളിൻ്റെ യൂണിഫോം ഇട്ട് ഒരു പയ്യൻ കയറി വന്ന് CC ക്യാമറ ഇങ്ങനെ തിരിച്ചു വെച്ച് ഇവൻ ഈ പിള്ളേർ ഇരുന്നിടത്തോട്ട് ഈ സാധനം ഒഴിച്ചു വെച്ച് അവൻ അന്നേരം പോയി. അന്നേരത്തേക്ക് ഇത് നമ്മുടെ ഈ പോളിംഗ് ഇവരുടെ പോലീസുകാർ അവിടെ കാവലിനുണ്ട്, എക്സാമിൻ്റെ പോലീസുകാരുണ്ട്. അപ്പം പോലീസുകാർ അവരെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇവനെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ സ്ഥലം വിട്ടു. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, എന്തിനാണ് ഈ ആക്രമണം എന്നതാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് ഇതിൽ തുടരന്വേഷണമൊക്കെ നടത്തുന്നുണ്ടാകുമല്ലോ. തീർച്ചയായും ഇതിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ ഈ അബിൻ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വിശദമായി ഈ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതിൽ പോലീസ് ഈ ഘട്ടത്തിൽ നൽകുന്ന വിവരമനുസരിച്ച് ഈ പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന ഈ യുവാവ് നടത്തിയിരുന്നു. അത് നിരസിച്ചതിനെ തുടർന്നാണ് മലപ്പുറത്ത് നിന്ന് മംഗളൂരുവിലെത്തി ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെ ഈ പെൺകുട്ടി പഠിക്കുന്ന കോളേജിലെത്തി ആദ്യം ഇയാൾ യൂണിഫോം ധരിച്ച് മുഖം മറച്ചാണ് ഈ ആസിഡ് ആക്രമണം നടത്തിയത്. ഈ പെൺകുട്ടിക്കും അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഈ യുവാവ് ലക്ഷ്യം വെച്ച പെൺകുട്ടിക്ക് തന്നെയാണ് ഗുരുതരമായി പരിക്കേറ്റത്. ദേഹമാസകലം ഈ ആസിഡ് ആക്രമണത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. പോലീസ് ഇതിൽ ഈ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരം, ഇയാൾ കഴിഞ്ഞ ദിവസം തന്നെ മംഗളൂരുവിൽ എത്തിയിരുന്നു.
തുടർന്ന് ഇതിലൊരു ആസൂത്രണം നടത്തി അങ്ങനെ നടപ്പിലാക്കിയ ഒരു ആക്രമണമാണ് എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ വിശദമാക്കുന്നത്. മംഗളൂരുവിലാണ് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായത്. 3 വിദ്യാർത്ഥികൾക്ക് പരുക്കേറ്റു. അതിൽ ഒരു വിദ്യാർത്ഥിയുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് പ്രകോപനത്തിന് കാരണമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ നാളെ. 5 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങൾ പൂർത്തിയാക്കി ഈ മാസം 10-നുള്ളിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം. അതേസമയം BDJS 4 സീറ്റിൽ മത്സരിക്കുമെന്ന് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. കോട്ടയം, ഇടുക്കി, മാവേലിക്കര മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തും. ആലത്തൂരിന് പകരം എറണാകുളത്തോ ചാലക്കുടിയിലോ മത്സരിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ നേരത്തെ തന്നെ കേരളത്തിൽ തീർന്നതാണ്. അപ്പം BDS 4 സീറ്റുകളാണ് ഉള്ളത്. അത് 2 ദിവസത്തിനുള്ളിൽ നാളെ മറ്റന്നാൾ ഡിക്ലെയർ ചെയ്യുമല്ല. അല്ല, കേരളത്തിൽ നിന്നായിരിക്കും ഡിക്ലറേഷൻ വരുന്നത്. അതിപ്പം മാവേലിക്കര, കോട്ടയം, ഇടുക്കി, പിന്നെ ഒരു സീറ്റ് ഞങ്ങൾ നാളെ ഫൈനലൈസ് ചെയ്തേ ഉള്ളത്. അതേസമയം PC ജോർജിന് മുന്നറിയിപ്പുമായി BJP സംസ്ഥാന നേതൃത്വം രംഗത്തെത്തി. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നേതാക്കൾ മിതത്വം പാലിക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. ഇടഞ്ഞു നിൽക്കുന്ന PC ജോർജുമായി അനിൽ ആന്റണി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പത്തനംതിട്ടയെ പ്രതിനിധീകരിക്കാൻ അനുയോജ്യൻ താൻ തന്നെ എന്ന് അനിൽ K ആന്റണി 24-നോട് പറഞ്ഞു. സലിം മാലിക് കോൺഗ്രസ് പട്ടികയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. സലിം, LDF ഒക്കെ പ്രചാരണത്തിലേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴും കോൺഗ്രസിന്റെ കാര്യത്തിൽ കേരളത്തിൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അന്തിമ തീരുമാനം എപ്പോഴുണ്ടാകും? അനുജ, അന്തിമ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് 10-ാം തീയതിയോടുകൂടി മാത്രമേ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകൂ എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. അതേസമയം LDF ഉൾപ്പെടെയുള്ള LDF-ഉം ഒപ്പം BJP-യും ഒക്കെ തന്നെ ഈ പ്രചരണത്തിൽ ഏറെ മുൻപോട്ട് പോയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെയൊക്കെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്താണുള്ളത്. കോൺഗ്രസിൻ്റെയൊക്കെ ഈ അവശേഷിക്കുന്ന ഈ ആശങ്കയുള്ള 3 സീറ്റുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഔദ്യോഗിക സ്വഭാവത്തിൽ ഒരു പ്രചരണത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരൊക്കെ ചുവരെഴുത്തും ഫ്ലക്സ് ബോർഡുകളും ഒക്കെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം നിലവിൽ ഈ വയനാട്, കണ്ണൂർ, ആലപ്പുഴ എന്നീ സീറ്റുകളിൽ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഡൽഹിയിലേക്ക് തിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഈ സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ച ആദ്യ ദിവസം തന്നെ കേരളത്തിന്റെ ചർച്ചയും ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. നാളെ തന്നെ കേരളത്തിന്റെ ചർച്ചയുണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതാണ്. അതിലുൾപ്പെടെ നാളെ തന്നെ തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ഇവിടെ നിന്ന് കൈമാറിയ പട്ടിക അത് വിശദമായി തന്നെ പരിശോധിച്ചതിന് ശേഷം 10-ാം തീയതി ഔദ്യോഗിക പ്രഖ്യാപനം കേരളത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകും എന്ന വിവരമാണ് സലിം മാലിക് നൽകിയത്.